ഹലോ ഓൾ, ANS അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ നഴ്സിംഗ് ക്ലൗഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ സന്തോഷമുള്ളൊരു വാർത്തയായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നോർസെറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് നോർസെറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിൽ 3500 വേക്കൻസിയോളം വന്നിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഏറ്റവും സന്തോഷത്തോടുകൂടി ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് നോർസെറ്റ് അപ്ലൈ ചെയ്യാൻ. നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലേ, നോർസെറ്റ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം 17 എയിംസോളം ഉണ്ട്. അതുപോലെ തന്നെ വേറെ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്. സോ ഇതിലേക്കൊക്കെ വേണ്ടി ചേർത്തിട്ടുള്ള ഒരൊറ്റ എക്സാമാണ് നോർസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ BSc നഴ്സിങ്ങോ പോസ്റ്റ് ബേസിക്കോ അല്ലെങ്കിൽ ജനറൽ നഴ്സിങ്ങോ ഈ 3 കോഴ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞവർക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതും എക്സാം എഴുതി ജോബ് മേടിക്കാൻ കഴിയുന്നത്. BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, വേറെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യം ഇല്ല. ഇനി പോസ്റ്റ് ബേസിക്ക് GNM കഴിഞ്ഞിട്ട് പോസ്റ്റ് ബേസിക്ക് കൂടെ ചെയ്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിലും വേറെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, രജിസ്ട്രേഷൻ കൂടെ കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഇനി ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. അതും മിനിമം 50 ബെഡഡ് ഹോസ്പിറ്റൽ 2 ഇയർ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിരിക്കണം. പ്ലസ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ നോർസെറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ ക്ലിയറായി. ഇനി നമ്മൾ അടുത്ത പോകുന്ന ഏജ് ബാറിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇത്തവണ എയിംസ് വിളിച്ചിട്ടുള്ളപ്പോൾ എയിംസ് മാത്രമല്ല അതിൻ്റെ കൂടെ ജിപ്മർ വിളിച്ചിട്ടുണ്ട്. ജിപ്മർ, ദെൻ ESI, അതുപോലെ NITRD അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൂടെ ഇതിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, ബാക്കി അപ്പോൾ നമ്മുടെ എയിംസിൻ്റെ നോർമലി ഉള്ള ഏജ് ബാർ തന്നെയാണ് ഇത്തവണയും ഫോളോ ചെയ്തിട്ടുള്ളത്. അതായത് 18 തൊട്ട് 30 വയസ്സ് വരെയാണ് നമ്മുടെ എയിംസിൻ്റെ ഏജ് ബാർ പറയുന്നത്. അത് സെയിം ഇത്തവണയും അത് തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ജിപ്മറും അതുപോലെ തന്നെ ഡൽഹിയിലെ NITRD എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ദാറ്റ് ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് TB ആൻഡ് അതർ റെസ്പിറേറ്ററി ഡിസീസ്. അവർ മാത്രമാണ് ഏജ് ബാർ 35 വരെ പറഞ്ഞിട്ട്, അതായത് 18 to 35. ഇനി നമുക്ക് എയിംസിലെ ഏജ് ബാർ നോക്കിക്കഴിഞ്ഞാൽ 18 to 30 ഇയേഴ്സ് എന്ന് പറഞ്ഞു. അത് നമുക്ക് ജനറൽ കാറ്റഗറിയിലേക്ക്. ഇനി OBCക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു 3 ഇയർ റിലാക്സേഷൻ, അതായത് 33 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി SCO ST ആണെന്നുണ്ടെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു ജിപ്മറിൻ്റെയും അതുപോലെ തന്നെ NITRD എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കാര്യം. സോ അവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ നോട്ടിഫിക്കേഷനായിട്ട് പ്രത്യേകം നമ്മുടെ എയിംസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അവർ പറയുന്ന അനുസരിച്ചിട്ട് അവരുടെ ഈ ജിപ്മറിൻ്റെയും NITRDയുടെയും വേക്കൻസീസ് ഏജ് ബാർ പറയുന്നത് 18 to 35 ഇയേഴ്സാണ്. അതായത് ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് ജിപ്മറോ അല്ലെങ്കിൽ NITRDയോ അപ്ലൈ ചെയ്യുമ്പോൾ 18 തൊട്ട് 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല OBC ആണെന്നുണ്ടെങ്കിലോ 35 എന്നുള്ളത് 38 വരെ അപ്ലൈ ചെയ്യാം. ഇനി SCO ST ആണെന്നുണ്ടെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 ഏജ് ബാർ വരുന്നത്. സോ ഇതിൽ ചില ഇങ്ങനെയുള്ള ഏജിൻ്റെ കാര്യത്തിൽ ചെറിയ ഡൗട്ട്സുകൾ ഇങ്ങനെ മെസ്സേജ് കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഫീ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്ന ഒരു ഫീയുടെ കാര്യം തന്നെയാണ് അല്ലേ. ഫീ വരുമ്പോഴത്തേനും ജനറൽ കാറ്റഗറിക്കാർക്ക് വരുമ്പോഴത്തേനും ഫീ പറയുന്നത് 3000 രൂപയാണ്. ഇനി SCO STO ജനറലിനും OBCക്കും ഒരേ ഫീ തന്നെയാണ്, 3000 രൂപയാണ്. SCO STO ആണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബോ ആണെന്നുണ്ടെങ്കിൽ 2400 രൂപ ഫീസ് അടച്ചാൽ മതി. അതും 2400 രൂപ ഫീസ് അടച്ചിട്ട് എക്സാമിൻ്റെ റിസൾട്ട്സ് ഒക്കെ വന്നിട്ട് അവർക്ക് റീഫണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമ്മുടെ ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ 3000 രൂപ എന്ന് കേൾക്കുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെന്നുള്ളത് ഒരു നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു എമൗണ്ട് തന്നെയാണ് 3000. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയതിന് മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എയിംസിൽ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നത് 1 ലാഖിനടുത്താണ് അല്ലേ. ഇനി 1 ലാഖ് സാലറി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു 10% പോലും ആവുന്നില്ല ഈ 3000 രൂപ എന്ന് പറയുന്നത്.
ഓക്കെ. സോ നമ്മൾ വേറെ എബ്രോഡ് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പൈസയൊക്കെ ആകുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു 3000 രൂപ കൊടുത്തിട്ട് നന്നായിട്ട് പഠിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ജോബ് കിട്ടും. കാരണം 3500 വേക്കൻസീസാണ് നമ്മൾ ഇത്തവണ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. സോ ആദ്യത്തെ സാലറിയിൽ നിന്ന് ഒരല്പം ചിലവ് ആയി എന്ന് മാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി. ഓക്കെ. സോ അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഫീസ് സ്ട്രക്ചർ കണ്ടിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കരുത്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇല്ലാന്ന് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുക. അതുപോലെ നന്നായിട്ട് പഠിച്ച് എഴുതുക. ANDS അക്കാഡമിയിൽ ക്രാഷ് ബാച്ച് ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാസം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എക്സാം ഡേ വരെ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ. ഇനി അടുത്ത നമുക്ക് ഇതിലേക്ക് ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേനും ജൂലൈ 22 സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഓഗസ്റ്റ് 11 വരെ നമുക്ക് ടൈമുണ്ട്. ഓഗസ്റ്റ് 11 ഈവനിങ് 5 PM വരെ ടൈമുണ്ട്. നോർമലി നമ്മുടെ ഈ എയിംസിൻ്റെ ആപ്ലിക്കേഷൻ കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. നമുക്ക് ഓരോ സ്റ്റെപ്പും എൻ്റർ ചെയ്ത് പോകാമെന്നുള്ളൂ. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോൻ്റെ പിറകെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ www.aimsexams.ac.in ആ ഒരു സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. 11-ാം തീയതി ഓഗസ്റ്റ് 11 വൈകിട്ട് 5 PM വരെ ടൈമുണ്ട്. പക്ഷേ നിങ്ങൾ ആരും ലാസ്റ്റ് സ്റ്റേജിലേക്ക് വെക്കരുത്. കാരണം ലാസ്റ്റ് ഒരു 3-4 ഡേയ്സൊക്കെ ആകുമ്പോഴത്തേനും തന്നെ സൈറ്റ് ജാം ആവാൻ തുടങ്ങും. മീൻസ് സൈറ്റ് നമുക്ക് കിട്ടാനായിട്ട് പാടായിരിക്കും. സോ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നേരത്തെ അപ്ലൈ ചെയ്താൽ മാത്രമേ എക്സാം സെൻറ്റർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കിട്ടും. ഓക്കെ. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പണായി ഉടനെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സിറ്റി ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുന്ന സിറ്റിയിൽ തന്നെ കിട്ടും, അല്ലേ? ഇപ്പോൾ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി ഡൽഹി വരെ ഒന്നും പോകേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ സുഖമായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അപ്ലൈ ചെയ്തോളുക. ഈ ഒരു എമൗണ്ട് കണ്ടുപിടിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇത്രയും നല്ലൊരു വേക്കൻസി ആയതുകൊണ്ടാണ് വീണ്ടും അത് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സാലറി അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? സോ നിയർലി ഇപ്പോൾ അടുത്തൊരു പേ കമ്മീഷൻ റിവിഷനൊക്കെ ഉടനെ വരുന്നുണ്ട്. നിയർലി ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാന് നിയർലി 1 lakhനടുത്ത് സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ. അതുപോലെ പേ കമ്മീഷൻ വരുമ്പോൾ വീണ്ടും അത് കുറേ കൂടെ കൂടും. ഓക്കെ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ നമുക്കിനി എക്സാമിൻ്റെ പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ലെവലായിട്ടാണ് എക്സാം ഉള്ളത്. സ്റ്റേജ് 1 ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേജ് 2 ഉണ്ട്. സ്റ്റേജ് 1 വരുമ്പോഴത്തേനും 100 MCQs ആണ് ഉള്ളത്. സ്റ്റേജ് 1ൻ്റെയും സ്റ്റേജ് 2ൻ്റെയും ഡേറ്റ് വരെ അനൗൺസ് ചെയ്തു. അതാണ് നമ്മുടെ എയിംസിൻ്റെ എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവർ കറക്റ്റായിട്ട് എക്സാം ഡേറ്റും റിസൾട്ടിൻ്റെ ഡേറ്റും എല്ലാം ഒരൊറ്റ പേജിൽ തന്നെ, ഒരൊറ്റ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ സ്റ്റേജ് 1, സ്റ്റേജ് 2 അല്ലെങ്കിൽ പ്രിലിംസ് മെയിൻസ് ആയിട്ടാണ് എക്സാം വരുന്നത്. സ്റ്റേജ് 1ലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് 100 MCQs ആണുള്ളത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 100 മാർക്സിനുള്ളത്. അതിൻ്റെ ഡേറ്റ് നമുക്ക് 14th സെപ്റ്റംബർ, അതായത് ഈ വർഷം സെപ്റ്റംബർ 14 2025 തന്നെയാണ് എക്സാം ഉള്ളത്. നമുക്ക് ആ ഒരു എക്സാം 100 മാർക്സിനുള്ള 100 MCQസിൻ്റെ എക്സാം നമുക്ക് 90 minutes ആണ് ടൈമുള്ളത്. ഓക്കെ. ഈ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു, 100 MCQs ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 80 MCQs നമ്മുടെ നഴ്സിംഗ് സിലബസും, അതുപോലെ 20 MCQs വരുന്നത് GKയും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡും ഒക്കെയാണ്. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് 1/3 മാർക്കുണ്ട്. നമുക്ക് എക്സാം വരുന്നത് CBT ആയിട്ടാണ്. ഓക്കെ. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സിസ്റ്റം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള ലോഗിൻ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്കതിൽ ലോഗിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാം. ഓരോ സെക്ഷൻ വൈസായിട്ടാണ് അതിൽ വരുന്നത്. ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ആ സെക്ഷൻ പിന്നെ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഓരോരോ സെക്ഷൻ വൈസായിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പോകുന്നത്. അത് ഒന്നും പേടിക്കാനില്ല. നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ അവിടെ ഇൻവിജിലേറ്റർ ഉണ്ട്. ഓക്കെ. സോ ഈ എയിംസും ഇങ്ങനെയുള്ള എക്സാംസ് എല്ലാം എഴുതിയതിൻ്റെയും കൂടെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. അല്ല വെറുതെ കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നതല്ല. ഈ എയിംസ് എക്സാം എഴുതിയതിൻ്റെ പുറത്തും അവിടെ വർക്ക് ചെയ്തതിൻ്റെയും പുറത്തുമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ. സോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സാധനം അറിയാമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് എൻ്റർ ചെയ്ത് പോകാമെന്നുള്ളേ ഉള്ളൂ. അതിലൊന്നും ഇതുവരെ ആർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേജ് 1 100 MCQs ഉണ്ട്, 100 മാർക്സ് ഉണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്സ് 1/3 ആണ്. അതായത് നമുക്ക് കേരള PSC എക്സാമിൻ്റെ പോലെ തന്നെയാണ്. അതായത് ഒരു ആൻസർ തെറ്റിയാൽ 1/3 മാർക്ക് പോകും. അപ്പോൾ നമുക്ക് 3 ആൻസർ തെറ്റിയാൽ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്കായിട്ടുള്ള 1 മാർക്സ് നമുക്ക് നഷ്ടപ്പെടും. സോ നെഗറ്റീവ് മാർക്സ് വരാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് 14th സെപ്റ്റംബറിൽ എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് നമുക്ക് 27th സെപ്റ്റംബർ ആകുമ്പോഴത്തേനും നമുക്ക് സ്റ്റേജ് 2ൻ്റെ എക്സാം വരും.
ഓക്കെ, സ്റ്റേജ് 2. അപ്പോൾ നമ്മുടെ ഈ നോർസെറ്റ് 9 എന്നാണ് ഇത്തവണത്തെ എക്സാമിൻ്റെ പേര്, നോർസെറ്റ് 9. സോ നോർസെറ്റ് 9ൻ്റെ സ്റ്റേജ് 2 എക്സാം വരുന്നത് 27th സെപ്റ്റംബറിലാണ്. സോ അതും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. അതിൽ നമുക്ക് 160 ക്വസ്റ്റ്യൻസാണുള്ളത്. 160 ക്വസ്റ്റ്യൻസും അതും മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്. അതുപോലെ 160 ക്വസ്റ്റ്യൻസിന് 160 മാർക്സ് തന്നെയാണ്. അവിടെ നമുക്ക് 180 മിനിറ്റ്സാണ് നമുക്ക് ടൈം കിട്ടുന്നത്. ഓക്കെ, അതിൽ നഴ്സിംഗ് സബ്ജക്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതലും പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളത്, ഇമേജ് ബേസ്ഡ്, അതുപോലെ തന്നെ സിനാരിയോ ബേസ്ഡ്, ഏതാണ്ട് പറഞ്ഞ് നമ്മുടെ എൻക്ലക്സ് ആറിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, കൂടുതൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് നമുക്ക് സ്റ്റേജ് 2 എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, വേറെ സ്കിൽ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു 2 സ്റ്റേജ് ഓഫ് എക്സാം വഴിയാണ് നമ്മുടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേജ് 2 ഒരു മെയിൻസ് എന്ന് പറയുന്നു, സ്റ്റേജ് 1 നമുക്ക് പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നു. ഓക്കെ, സോ ഇതിലെ വേക്കൻസീസ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. 3500 വേക്കൻസിയാണ്. അതിൽ ജിപ്മറിൻ്റെ മാത്രം, ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ജിപ്മറിൻ്റെ ഉടനെ തന്നെ 400 വേക്കൻസി വരും എന്ന് ഞാൻ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞതും കുറച്ചുകൂടെ കൂടുതൽ വന്നിട്ടുണ്ട്, കുറഞ്ഞിട്ടില്ല, ഒരിക്കലും കൂടിയിട്ടേ ഉള്ളൂ. 454 ജിപ്മർ പുതുച്ചേരിയും അതുപോലെ ജിപ്മർ യാനവും കൂടെ ചേർത്തിട്ട് 454 വേക്കൻസീസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് എയിംസും. അതുപോലെ ജിപ്മറിൽ 454 സീറ്റുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ESIയുടെയും വേക്കൻസി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ESI. ഓക്കെ, സോ ആക്ച്വലി എയിംസിൻ്റെ ഒരു നല്ലൊരു എക്സാം നടത്തിക്കുന്ന ഒരു നല്ലൊരു സെൻറ്റർ ആയതുകൊണ്ട് ഇത്തവണ ജിപ്മറും ESIയും എയിംസിന് കൊടുത്തേക്കാണ്. സോ എക്സാം നടത്തുന്നൊരു റെസ്പോൺസിബിലിറ്റി എയിംസിനാണെന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ESIയുടെ വേക്കൻസീസും അതുപോലെ തന്നെ 832 വേക്കൻസീസാണ് ISI റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ടോട്ടൽ 3500 വേക്കൻസി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ എക്സാം മതി എയിംസിൻ്റെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഒരു സീറ്റിനും കൂടെ നിങ്ങൾ എലിജിബിൾ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ കാറ്റഗറിയിൽ 35 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് നമുക്ക് ജിപ്മറും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ജിപ്മർ നമുക്ക് സെപ്പറേറ്റ് അതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഓർക്കുക. ദെൻ അതുപോലെ നമുക്ക് ഈ ഒരു 2 സ്റ്റേജ് ഓഫ് എക്സാമാണ് വരുന്നത്. ദെൻ സാലറിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ എയിംസിൽ വർക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എയിംസിൽ ഞാൻ 7 വർഷം വർക്ക് ചെയ്തതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലോ ഒക്കെ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ 4/1 വർക്ക് ലോഡ് മാത്രമേ എയിംസിലുള്ളൂ. അവിടുത്തെ നഴ്സിംഗ് കെയറും കാര്യങ്ങളും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ലോഡ് കുറവാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ വളരെ സ്മൂത്തായിരിക്കും. കാരണം ഞാൻ നാട്ടിൽ ശ്രീചിത്രയിലും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും അമൃതയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ എയിംസിൽ പോയത്. സോ അവിടെ എനിക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിനേക്കാളും ഏറെ ബഹുമാനം കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ്. പിന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ്, നമുക്ക് സാലറി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ പുതിയ എയിംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എയിംസ് ഡൽഹിക്ക് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുണ്ട്. ഓക്കെ, അതല്ല ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് സൗത്തിൽ വരെ എയിംസ് ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് എയിംസ് മംഗളഗിരിയൊക്കെ വരുന്നുണ്ട്. നിയർ ഫ്യൂച്ചറിൽ എയിംസ് മധുരൈ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗത്തിലോട്ടൊക്കെ വരുന്നു. അപ്പോൾ ഈ പുതിയ എയിംസിലോട്ടൊക്കെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രൊമോഷനാവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരു നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് കിട്ടാനില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്ക് ഫോറിൻ റിക്രൂട്ട്മെൻറ്റ് എല്ലാം വളരെ കുറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയെങ്കിലും ഈ ഒരു എക്സാം എഴുതി എടുക്കാൻ നോക്കുക. സോ നമുക്ക് ഇനി റിക്രൂട്ട്മെൻറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ട്രൈ ചെയ്യാം. അതിനുവേണ്ടി ANDAS അക്കാഡമിയുടെ കോഴ്സസ് ഇപ്പോഴും ഓപ്പണാണ്. August 1 തൊട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെപ്റ്റംബർ എക്സാം വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ദാറ്റ് ഈ കംപ്ലീറ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അടക്കം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നല്ല രീതിയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. ഓക്കെ, സ്റ്റഡി വെൽ. സോ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.